പരമപരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ ആ തിരുഹൃദയം തുറന്ന് പ്രകാശിപ്പിക്കുന്ന സർവജ്ഞാനം, ഇഹപരലോകത്തെ ഉളവാക്കിയ തൻ്റെ സർവജ്ഞാനം, അതാണ് ഈ ആരാധനയിൽ ആത്മലോകത്തിലേക്ക് പ്രദാനം ചെയ്യുന്നത്. അത് സ്വീകരിപ്പാൻ കഴിവനുസരിച്ച് ഓരോരുത്തരിലേക്ക് ഭവിക്കുന്നു എന്നത് മാത്രം. എങ്ങനെയാണോ സ്വീകരിക്കാൻ കഴിയുന്നത്? വളരെ വിശാലമായ ഒരു നദി ഇങ്ങനെ ഒഴുകി പോവുകയാണ്, നല്ല ശുദ്ധജലം ഒഴുകി പോവുകയാണ്, ഔഷധ ഗുണമുള്ള ജലം ഒഴുകി പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാഴ്ചക്കാരായി ഓടി വന്നു, അരികത്ത് നിൽക്കുന്നു. ഒരാളുടെ കയ്യിൽ ഒരു ചെറിയ കുപ്പിയേ ഉള്ളൂ, അതിനകത്തൊരു കുപ്പി വെള്ളം എടുത്തു. അപ്പോൾ അതിനടുത്ത ആളുടെ കയ്യിൽ ഒരു ചെറിയ കന്നാസ് ഉണ്ടായിരുന്നു, അയാൾ അതിലെടുത്തു. അതിനടുത്ത ആളുടെ കയ്യിൽ അതിനേക്കാൾ വലിയൊരു പാത്രം ഉണ്ടായിരുന്നു, അയാൾ അതിലെടുത്തു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കയ്യിൽ കരുതിയിരുന്ന പാത്രത്തിനുള്ളിലേക്ക് ഈ ജലം ശേഖരിച്ച് സ്വന്തം സ്ഥാനങ്ങളിലേക്ക് തിരികെ പോകുന്നത് പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയ പരിശുദ്ധിക്കനുസരിച്ച് ഇവിടെ എല്ലാവരുടെയും പാത്രം ഒരേ വലിപ്പമാണ്. പക്ഷേ നമ്മൾ എത്രത്തോളമാണോ ശുദ്ധീകരിച്ച് വയ്ക്കുന്നത് അവിടം വരെ ഇത് നിറയുള്ളൂ. അവിടെയാണ് ഈ പാത്രത്തിൻ്റെ വലിപ്പം കുറയുകയും കൂടുകയും ചെയ്യുന്നത്. എവിടെ വരെ ശുദ്ധീകരിച്ചിരിക്കുന്നു അവിടെ വരെ ഇത് പതിയുള്ളൂ, ഭവിക്കുകയുള്ളൂ. ഒരേ വലിപ്പത്തിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ ഹൃദയങ്ങളും ഒന്നുപോലെയാണ്. ശുദ്ധീകരണം അനുസരിച്ചാണ് ഈ പാത്രത്തിൻ്റെ വലിപ്പം തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് എപ്പോഴും ശുദ്ധീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ നടക്കണം. പരമപരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെ സ്വീകരിച്ച് എപ്പോഴും ശുദ്ധരായി ജീവിതം ചെയ്യുക.